ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഞാനും ചേട്ടനും കൊച്ചും കൂടെ ചുമ്മാ ഒന്ന് കാറെടുത്ത് ഇറങ്ങിയതാണ്. നമ്മുടെ ഈ ഇടവഴികളിൽ കൂടിയുള്ള യാത്ര ഭയങ്കര രസമാണല്ലോ. ഒത്തിരി ലോങ് ട്രിപ്പ് പോകുന്നതിനേക്കാളും നമ്മുടെ അടുത്ത പ്രദേശത്തോടൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് സഞ്ചരിക്കുന്നത് നല്ല രസമുള്ള ഒരു അനുഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാറെടുത്ത് ഇറങ്ങിയതാണ്. അത് കണ്ടില്ലേ, ഒരു കുളം. വേനൽ സമയത്ത് ഇവിടെ ആൾക്കാർ വന്ന് കുളിക്കാറും അതുപോലെ നീന്തൽക്കുളവും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു കുളമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു പഴയ ബിൽഡിങ്, നമ്മൾ നൊസ്റ്റാൾജിയ തോന്നുന്ന തരത്തിലുള്ളൊരു ബിൽഡിങ് കണ്ടു. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കടയുണ്ട് കേട്ടോ, ഒരു പലചരക്ക് കടയാണ്. ഇവിടെ നമുക്ക് നിർത്തി കുറച്ച് ഉണക്കമീൻ മേടിക്കണം. വീട്ടിൽ ഇന്ന് ചക്കക്കുരുത്തോരൻ മാത്രമേ കറിയുള്ളൂ, അപ്പോൾ കുറച്ച് ഉണക്കമീൻ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ പോയിരിക്കുകയാണ്. ഞാനും കുഞ്ഞും കാറിൽ നിന്ന് ഇറങ്ങി റോഡ് സൈഡിൽ നിൽക്കുകയാണ്. ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ വണ്ടിയൊക്കെ തിരിഞ്ഞ് വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയില്ല. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നിറയെ കന്നാരത്തോട്ടമാണ്. ഞങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇനി നമ്മൾ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ തിരക്ക് പിടിച്ച ടൗണുകളിലൂടെയുള്ള യാത്രയേക്കാളും ഗ്രാമപ്രദേശത്തെ ഇങ്ങനെയുള്ള ഇടറോഡുകളിലൂടെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക രസമാണ് അല്ലേ. ഞാനിപ്പോൾ ഒരു പാടത്തിൻ്റെ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. ഈ പാടത്തിൻ്റെ സൈഡിൽ ചെറിയൊരു കുഞ്ഞു തോട് പോകുന്നുണ്ട്. ഒരുപാട് തവണ ഞാൻ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും ഈ തോട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. പ്രളയ സമയത്ത് ഇവിടെ ഒത്തിരി വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഈ തോട് കണ്ടപ്പോൾ എന്താണേലും എനിക്ക് അവിടെ ഒന്ന് ഇറങ്ങണം എന്ന് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോട്ടിൽ ഇറങ്ങുന്നത്. ഇങ്ങനെ ഈ തോട്ടിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. മീൻപിടുത്തം ഇങ്ങനെ തോർത്തൊക്കെ നമ്മൾ കഴുത്തിൽ കെട്ടിയിട്ട് മീൻപിടുത്തമാണ് മെയിനായിട്ട് തോട്ടിൽ പോയിട്ട്. പിന്നെ കുളി, നീന്തൽ, അങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിയ ഒരു ഫീലിംഗാണ് ഇപ്പോൾ എനിക്കിവിടെ ഇറങ്ങി നിന്നപ്പോൾ കിട്ടിയത്. കുറച്ച് നേരം അങ്ങനെ തോട്ടിൽ നിന്ന് സമയം കളഞ്ഞു. ഇനി നമ്മൾ നേരെ അംഗൻവാടിയിലേക്കാണ് പോകുന്നത്. അംഗൻവാടിയിൽ നമുക്ക് ഗോതമ്പ് വാങ്ങാനുണ്ട്, ഗോതമ്പ് ശർക്കരയും മേടിക്കാനുണ്ട്. അപ്പോൾ നേരെ അംഗൻവാടിയിലേക്ക് ചെന്നു. ചേട്ടനും കുഞ്ഞിനെയും കാറിലിരുത്തിയിട്ട് ഞാനാണ് പോയി മേടിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം ഒരു ബീഫ് ഫ്രൈ പാഴ്സൽ വാങ്ങാമെന്ന് പറഞ്ഞ് ചേട്ടനൊരു ഹോട്ടലിലേക്ക് കയറിപ്പോയി. ചേട്ടൻ പോയപ്പോൾ കണ്ണൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പിന്നെ അവനെയും കൂടെ കൊടുത്തു വിട്ടു. എന്നിട്ട് ഞാനിവിടെ കാറിൽ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്, ഇവർ വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട്. അങ്ങനെ ബീഫ് ഫ്രൈ മേടിച്ചുകൊണ്ട് വന്നു. ബീഫ് ഫ്രൈയും ചക്കക്കുരുത്തോരനും പച്ചമോരും ഉണക്കമീനും ഒക്കെ കൂട്ടിയിട്ട് സുഭിക്ഷമായിട്ട് ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, ഓക്കെ, സീ യു. ഉണക്കമീൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫുഡ് കഴിക്കുന്ന തിരക്കിൽ. ഓക്കേ.